അർജുൻ സ്ഥിരമായി ട്രക്ക് ഓടിച്ചിരുന്ന ദേശീയപാതയിലൂടെയാണ് അവന്റെ ചേതനയറ്റ ശരീരവുമായി വിലാപയാത്രയും കടന്നുപോയത്. പ്രിയപ്പെട്ട അർജുന് കണ്ണീരോടെ വിട ചൊല്ലാനെത്തിയത് ആയിരങ്ങളും. കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം പറയും അവർക്ക് അർജുൻ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന്. കാർവാറിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച അർജുന്റെ അന്ത്യയാത്ര കടന്നു വന്നത് അപകടഭൂമിയായ ശിരൂരിലൂടെ. ഗംഗാമാലിയിൽ നിന്ന് ഉയർത്തിയെടുത്ത അർജുന്റെ ട്രക്ക് ദേശീയപാത 66 അരികിൽ മൂകസാക്ഷിയായി കിടക്കുന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണസൈലും മഞ്ചേശ്വരം MLA AKM അഷറഫും ഈശ്വർ മാൽപ്പയും അർജുനെ അനുഗമിച്ചു. കർണാടക പോലീസും ഒപ്പമുണ്ടായിരുന്നു. ഉടുപ്പിയിൽ മലയാളി സമാജം പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സംസ്ഥാന അതിർത്തിയായ കാസർഗോഡ് തലപ്പാടിയും കടന്ന് രാവിലെ 6-ന് കോഴിക്കോട് അതിർത്തിയായ അഴിയൂരിലെത്തിയ മൃതദേഹം മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. അർജുനെ അവസാനമായി ഒന്ന് കാണാൻ പൂളാടിക്കുന്നിൽ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ജന്മനാടായ കണ്ണാടിക്കൽ ബസാറിലേക്ക്. വഴിനീളെ ആളുകൾ കാത്തുനിന്നു. കണ്ണാടിക്കൽ ബസാർ അർജുനെ സ്നേഹിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു. വിലാപയാത്ര കാൽനടയായി വീട്ടിലേക്ക്. വന്നവരിൽ പലർക്കും അർജുനെ നേരിട്ടറിയില്ലെങ്കിലും വാർത്തകളിലൂടെ കേട്ടും കണ്ടും അർജുനെ സ്നേഹിച്ചവരാണ്. പ്രിയപ്പെട്ട അർജുന്റെ മൃതദേഹവുമായി ആംബുലൻസ് ഗ്രാമവഴിയിലൂടെ കടന്നു പോകുമ്പോൾ വഴിയരികിൽ കാത്തുനിന്നവർക്ക് കണ്ണീരടക്കാനായില്ല. ബന്ധുവൊന്നല്ലൊന്ന് കാണണം ആഗ്രഹം. എന്റെ പേര് വന്ന വയ്യാതെ കിടക്കാൻ നട്ടിലിന് വയ്യാത്തോളൂ ഒന്ന് കാണണം. ഇവര് കാത്തിരിക്കുമ്പോൾ ഞങ്ങളും കാത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാണാൻ പറ്റും. പ്രായഭേദമന്യേ ആളുകളും നേതാക്കന്മാരും മന്ത്രിമാരും കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയതോടെ ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ യാത്രാമൊഴിയായി അർജുന്റേത്. റിപ്പോർട്ടർ, കോഴിക്കോട്.